നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ നിന്നും 5-ാം അധ്യായം 10 മുതലുള്ള 1-2 വാക്യങ്ങളും, വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 9, 10, 11 വാക്യങ്ങളും, ഈ 2 വാക്യങ്ങളും പറയുന്ന വിഷയത്തെക്കുറിച്ച് അല്പനേരം പഠിക്കാമെന്ന് വിചാരിക്കുക. ഈ 2 വാക്യങ്ങളും ഒരു കാര്യത്തെക്കുറിച്ചാണോ പറയുന്നത് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഈ 2 വാക്യങ്ങളും 2 കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നമുക്ക് ആ വാക്യങ്ങൾ ഒന്ന് വായിക്കാം. 5-ന്റെ 10-ാം വാക്യം: ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്ന് പുതിയൊരു പാട്ട് അവർ പാടുന്നു. പിന്നെ ഞാൻ ദർശനത്തിൽ സിംഹാസനത്തിൻ്റെയും ജീവികളുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു. അവരുടെ ശബ്ദം 10,000 10,000-ഉം 1000 1000-ഉം ആയിരുന്നു. ഈ വിഷയത്തോട് ചേർന്ന് നമുക്ക് 5-ന്റെ 9-ാം വാക്യം കൂടി വായിക്കേണ്ടതുണ്ട്. പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വച്ചു. അത് ഒരു വിഷയത്തെക്കുറിച്ച് പറയുന്ന വാക്യം. അടുത്ത വാക്യവും കൂടി നമുക്കൊന്ന് വായിക്കാം. 7-ന്റെ 9 മുതൽ: ഇതിൻ്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്ന് ഉള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത മഹാപുരുഷാരം വെള്ളനിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനം എന്ന് അവർ ആർത്ത് അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. സകല ദൂതന്മാരും സിംഹാസനത്തിൻ്റെയും മൂപ്പന്മാരുടെയും 4 ജീവികളുടെയും ചുറ്റും നിന്ന് സിംഹാസനത്തിന് മുമ്പിൽ കമിഴ്ന്നു വീണു, ആമേൻ, നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും, ആമേൻ എന്ന് പറഞ്ഞ് ദൈവത്തെ നമസ്കരിച്ചു. മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, വെള്ളനിലയങ്കി ധരിച്ചിരിക്കുന്ന ഇവർ ആർ? എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ. കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ടവർ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ ഇരുന്ന് അവൻ്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവർക്ക് കൂടാരമായിരിക്കും. ഇനി അവർക്ക് വിശക്കുകയില്ല, ദാഹിക്കുകയുമില്ല. യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയുമില്ല. സിംഹാസനത്തിൻ്റെ മധ്യേ ഉള്ള കുഞ്ഞാട്
അവരെ മേയിച്ച് ജീവജലത്തിൻ്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യും. ഇതാണ് രണ്ടാമത്തെ വാക്യം, അതിൻ്റെ പശ്ചാത്തലം. ഇവിടെ രണ്ട് വിഭാഗങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. രക്ഷപ്പെട്ട രണ്ട് വിഭാഗങ്ങൾ. അതെന്തുകൊണ്ടാണ് രക്ഷ രണ്ട് വിഭാഗങ്ങൾക്കായിട്ട് തിരിച്ചിരിക്കുന്നത്? രണ്ട് രക്ഷയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ള കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ രണ്ട് വാക്യങ്ങളുടെയും നിർവചനം നമുക്ക് ആവശ്യമാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് ആട്ടിടയന്മാർ ആരോട് സ്വർഗീയ ദൂതന്മാർ ഘോഷിച്ചത് സർവ്വജനത്തിനുമുണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു എന്നാണ്. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ജനനം സർവ്വജനത്തിനുമുണ്ടാകുവാനുള്ള മഹാസന്തോഷമാണ്. സർവ്വജനത്തിനുണ്ടാകുള്ള മഹാസന്തോഷം എന്ന് പറയുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ സർവ്വജനത്തിനും ഒരുപോലെ സംഭവിച്ചിരിക്കുന്ന മഹാദുഃഖം ഏതാണ് എന്നറിയണം. ഈ മഹാദുഃഖം ആദാമ്യ പാപവും അതിൻ്റെ ഫലമായ മരണവും. ആദാമ്യ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും മനുഷ്യരാശിയെ മുഴുവൻ മോചിപ്പിക്കുന്നതിന് യേശുക്രിസ്തു ജനിച്ചിരിക്കുന്നു. അതാണ് മഹാസന്തോഷം. ഈ സകല ജാതികളും എന്ന് പറയുന്നു, സകല മനുഷ്യരും എന്ന് പറയുന്നു, അതിനെക്കുറിച്ച് മറ്റൊരു നിർവചനമാണ് വെളിപ്പാട് പുസ്തകത്തിൽ ചേർത്തിരിക്കുന്ന ഈ രണ്ടു വാക്യത്തിലും ചേർത്തിരിക്കുന്നു. സർവ ഗോത്രത്തിൽ നിന്നും വംശങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും എന്ന് എഴുതിയിരിക്കുന്നത് ഈ ആദാമ്യ സന്തതി പരമ്പരകളെ കുറിച്ചാണ്. ആദാമ്യ സന്തതി പരമ്പരകളിൽ പിന്നീട് ഭാഷകളുണ്ടായി, ജാതികളുണ്ടായി, വംശങ്ങളുണ്ടായി, ഇങ്ങനെ വളരെ ക്രമീകരണങ്ങൾക്ക് മാറ്റം വന്നു. അപ്പോൾ സ്ഥലകാല വ്യത്യാസം അനുസരിച്ചാണ് ഈ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സർവഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ, ജാതികൾ എന്നെല്ലാം പറഞ്ഞിരിക്കുന്നു. മൊത്തത്തിൽ ഇതിൻ്റെ അർത്ഥം ആദാമ്യ ഭവനം മുഴുവൻ പേരെന്ന് ഇതിൻ്റെ അർത്ഥമുള്ളൂ. ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ ജാതികൾ പിരിഞ്ഞു പോയെന്ന് പറയുന്നു. തൊഴിലിൻ്റെ അടിസ്ഥാനം എല്ലാം മനുഷ്യരാശിയിൽ എല്ലാം ഒന്ന് തന്നെയാണ്, ആദാമിൻ്റെ സന്തതികളാണ്. അപ്പം നമ്മൾ ആ വിഷയം ഈ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒന്ന് പരിശോധിക്കുകയാണ്. എന്തുകൊണ്ടാണ് സകല ജാതികളിലും ഭാഷകളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഉള്ളവരെ എന്ന് ഈ വേദപുസ്തകത്തിൻ്റെ അവസാനത്തെ പുസ്തകമായ വെളിപ്പാടിൽ ഈ രണ്ട് ഭാഗങ്ങളിൽ ആ വാക്യം എഴുതിയിരിക്കുന്നത്? ഒരു വാക്യത്തിന് എതിര് വരില്ല. ഒരു വാക്യം ഒരു കാര്യത്തെ കുറിച്ച് പറയുന്നു, ഒരു വാക്യം മറ്റൊരു കാര്യത്തെക്കുറിച്ച് പറയുന്നു എന്നാണ്. നമുക്കിവിടെ വിവാദമായിരിക്കുന്ന ഒരു വാക്യമുണ്ട്. ഏതാണ് അത് നോക്കാം. നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിൽ കർത്താവിൻ്റെ ഉദ്ദേശം കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി ഒരു വിഭാഗത്തെ വേർതിരിക്കുക എന്നുള്ളതാണ്. ഇത് നമ്മൾ യൂട്യൂബിലുള്ള പല വിഷയങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ വേർതിരിക്കപ്പെട്ടവരെ ദൈവത്തിന് രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു എന്നാണ്. ഒന്നാമത്തെ വരവിൽ തന്നെ ഈ വേർതിരിവ് കർത്താവ് ചെയ്തു. ഇങ്ങനെ വേർതിരിക്കപ്പെട്ടവരെ കുറിച്ച് എബ്രായ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നത്, അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായി തീർന്നവരെ എന്നാണ്. അപ്പൊ ഈ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായി തീർന്ന ആദാമ്യ ഭവനത്തിൽ നിന്നുള്ളവരെ
ദൈവത്തിന് രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു എന്നാണ്. അവര് ഭൂമിയിൽ വാഴുന്നു എന്ന് ഒരു പുതിയ പാട്ടവർ പാടുന്നു. അപ്പൊ ഈ വാഴ്ച ആരംഭിക്കുന്നത് സഹസ്രാബ്ദത്തിലാണ്. ഈ വാഴാനുള്ളവർ തിരഞ്ഞെടുത്തത് കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിലാണ്. അപ്പൊ ഇവിടെ ഈ വാക്യം പറഞ്ഞിരിക്കുന്നത് കൃത്യമാണ്. നീ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നവരെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് സഭയെ സംബന്ധിച്ച. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം മുതൽ നമ്മൾ നോക്കുമ്പോൾ ഈ വാക്യം തന്നെ അതിൽ ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ ശേഷം എന്ന ആ വാക്യം പറഞ്ഞത് ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിൽ നിന്നുള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത മഹാപുരുഷാരം വെള്ളനിലയങ്കി ധരിച്ചിരിക്കുന്നു. അപ്പൊ ഈ വാക്യത്തിലുള്ള ഒരു പ്രത്യേകത, ഇവിടെ ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം എന്നാ പറയുന്നത്. നമ്മൾ 5:9 വായിച്ചപ്പോൾ അവിടെ എണ്ണത്തിൻ്റെ കാര്യമൊന്നും പറയുന്നില്ല. ദൈവത്തിനായി ചിലരെ വിലയ്ക്ക് വാങ്ങിയെന്നാ പറയാം. എണ്ണത്തിൻ്റെ കാര്യം അവിടെ പറയുന്നുണ്ടോ? എണ്ണമൊന്നുമില്ല. കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിൽ ചിലരെ ദൈവത്തിനായി വിലയ്ക്കുക. ഇവിടെ ഇതിൻ്റെ ശേഷം എന്ന് ചേർത്തിരിക്കുന്നു. ഇതിൻ്റെ ശേഷം എന്ന് ചേർത്തിരിക്കുമ്പോൾ ഒരു ചോദ്യം ഉണ്ടാവും. എന്തിൻ്റെ ശേഷം, ഏതിൻ്റെ ശേഷം എന്ന് ചോദ്യം ഉണ്ടാവും. അപ്പൊ നമ്മൾ അതിന് ഉത്തരം പറയണം. അതിന് ഉത്തരം കിട്ടണമെങ്കിൽ ഇതിൻ്റെ മുകൾ ഭാഗം നമ്മൾ നോക്കണം. 7-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യം അതിൻ്റെ ശേഷം എന്ന് പറഞ്ഞിരിക്കും. 9-ാമത്തെ വാക്യത്തിൽ ഇതിൻ്റെ ശേഷം എന്ന് എഴുതിയിരിക്കുന്നു. 7-ാമത്തെ വാക്യത്തിൽ അതിൻ്റെ ശേഷം എന്ന് പറഞ്ഞു. അപ്പൊ അതിൻ്റെ ശേഷം എന്ന് പറഞ്ഞാൽ അത് ഏതിൻ്റെ ശേഷമാണെന്ന് അതിനു മുമ്പുള്ള ഭാഗം നോക്കണം. അപ്പൊ ഇവിടെ വേദപുസ്തകത്തിൻ്റെ വിഷയങ്ങൾ ചില ഭാഗത്ത് കൃത്യമായിട്ട് അടുക്കിയിട്ടുണ്ട്, ചില ഭാഗത്ത് കൃത്യമായിട്ട് അടുക്കിയിട്ടില്ല. അപ്പൊ ഇവിടെ ഏതിൻ്റെ ശേഷമാണെന്ന് നമ്മൾ കണ്ടുപിടിക്കും. അപ്പൊ അങ്ങനെയാണ് പൊതുവെ ഒരു സ്വഭാവം. അപ്പൊ ഇവിടെ 6-ാം അധ്യായത്തിൽ 7 മുദ്ര പൊട്ടിക്കുന്ന കാര്യമാണ് പറയുന്നത്. അപ്പൊ 7 മുദ്ര പൊട്ടിച്ചതിന് ശേഷം എന്ന് നമ്മൾ മനസ്സിലാക്കിയാണ്. 7 മുദ്ര പൊട്ടിച്ചതിൻ്റെ ശേഷം അതിൻ്റെ ശേഷം ഭൂമിമേലും കടലിന്മേലും യാതൊരു വൃക്ഷത്തിന്മേലും കാറ്റൂതാതിരിക്കേണ്ടതിന് 4 ദൂതന്മാർ ഭൂമിയിലെ 4 കാറ്റും പിടിച്ചുകൊണ്ട് ഭൂമിയുടെ 4 കോണിലും നിൽക്കുന്നത് കണ്ടു. ഇതിനെക്കുറിച്ചൊന്നും വിസ്തരിക്കാൻ ഇപ്പം സമയമില്ല. അതുകൊണ്ട് നമ്മുടെ ചിന്താവിഷയമായ ഈ 2 വാക്യങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു സൂചന കിട്ടാൻ വേണ്ടി പറയുന്നുള്ളൂ. അപ്പോൾ 4 ദൂതന്മാര് 4 കാറ്റും പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഏത് സമയത്തും ആ കാറ്റിനെ അഴിച്ചുവിടാം. മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിൻ്റെ മുദ്രയുമായി കിഴക്ക് നിന്ന് കയറുന്നത് കണ്ടു. അപ്പോൾ ഇവിടെ മറ്റൊരു ദൂതൻ ഒരു ഉദ്ദേശവുമായിട്ട് വന്നിരിക്കുകയാണ്. എന്താണ് ഉദ്ദേശമെന്ന് താഴെ പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ മുദ്രയുമായി വന്നിരിക്കുന്നു. ഈ മുദ്ര എന്തിനു വേണ്ടിയിട്ടാണ്? അവൻ ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുത്തുവാൻ അധികാരം ലഭിച്ച 4 ദൂതന്മാരോട്, നമ്മുടെ ദൈവത്തിൻ്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുവോളം ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തരുതെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ദൈവത്തിൻ്റെ ദാസന്മാരുടെ നെറ്റിയിൽ മുദ്രയിടുവാൻ വേണ്ടിയിട്ടാണ്
ഒരു ദൂതൻ കിഴക്ക് നിന്ന് വന്നിരിക്കും. അപ്പം അതിനുള്ള അവസരം സൃഷ്ടിക്കുവാൻ വേണ്ടി 4 ദൂതന്മാരെ തടഞ്ഞിരിക്കുക. 4 അനർത്ഥ ദൂതന്മാരാണ്. അപ്പൊ ഈ മുദ്ര ഇട്ട് കഴിയുവോളം ദൂതന്മാരുടെ പ്രവർത്തനം അവസാനിപ്പിക്കും, നിർത്തിവെക്കും. അപ്പൊ മുദ്രയിട്ടു, ഏതായാലും മുദ്രയിട്ടു ദാസന്മാരുടെ നെറ്റിയിൽ. അങ്ങനെ മുദ്രയേറ്റവരുടെ എണ്ണവും ഞാൻ കേട്ടു. ഒത്തിരി പേരില്ല, കാരണം എളുപ്പമായിരുന്നു. മുദ്രയേറ്റവർ 144,000 പേര്. അപ്പൊ ഇനി ആ ദൂതനെ അഴിച്ചുവിടാൻ കുഴപ്പമില്ല. ഈ 4 ദൂതന്മാരെ ഇനി വേണമെങ്കിൽ അഴിച്ചുവിടാം. അപ്പൊ മുദ്രയേറ്റവരെ എണ്ണവും ഞാൻ കേട്ടു, 144,000 പേർ. അതിൻ്റെ ശേഷം ഈ 144,000 പേരെ മുദ്രയിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ 9-ാം വാക്യത്തിലേക്ക് വരിക. ഇതിൻ്റെ ശേഷം ഉണ്ടോ? ഇതിൻ്റെ ശേഷം. അപ്പൊ ഇവരെ മുദ്രയിട്ടിരിക്കുന്നത് എവിടുന്നാ അല്ലേ? സകല ജാതികളിൽ നിന്നും, ഭാഷകളിൽ നിന്നും, ഗോത്രങ്ങളിൽ നിന്നും, വംശങ്ങളിൽ നിന്നുള്ളവരല്ലേ ഈ മുദ്രയേറ്റവര്. ഇസ്രായേലിന് മാത്രമല്ലല്ലോ. ഇസ്രായേലിന് മാത്രമായിട്ട് ഇത്രയും ആളുകൾ വന്നോ? വന്നില്ല. അപ്പൊ AD 36 ഈ ആളുകളെ തയ്ക്കാൻ വേണ്ടി വിളി എങ്ങോട്ട് പോയി? ജാതികളിലേക്ക് പോയി അല്ലേ? ജാതികളിലേക്ക് പോയപ്പോ ഇസ്രായേൽ കൂടാതെ മറ്റെല്ലാ ജാതികളും അതിൽ പെട്ടില്ലേ? സകല ജാതികളും ഗോത്രങ്ങളും ഭാഷകളും അതിൽ വന്നില്ലേ? അപ്പൊ അന്ന് ആ വിഭാഗത്തെ അതിൽ നിന്ന് തിരഞ്ഞെടുത്തവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. 5-ാം വാക്യത്തിൽ. ഇനി ഇത കാര്യത്തിലാണ് എന്താണെന്ന് മനസ്സിലാക്കുന്നത്. അതിൻ്റെ ശേഷം ഇവിടെ പറയുന്നു, ഗോത്രങ്ങളിലും സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിൽ നിന്നുള്ളതായി ആർക്ക് എണ്ണിക്കൂടാത്ത മഹാപുരുഷാരം. ഇവിടെ ഒരു വലിയ ജനക്കൂട്ടം എന്ന, ഗ്രേറ്റ് ക്രൗഡ് എന്ന ഇംഗ്ലീഷിൽ, വലിയ ജനാവലി. വെള്ളനിലയങ്കി ധരിച്ച്, വെള്ളനിലയങ്കി നീതീകരണത്തെ കാണിക്കുന്ന. പിന്നെ കയ്യിൽ കുരുത്തോലയുണ്ട്. കുരുത്തോല എന്താ? സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും വിജയത്തിൻ്റെയും ഒരു അടയാളമാണ് കയ്യിൽ കുരുത്തോല പിടിച്ചിരിക്കുന്നത്. കർത്താവ് യെരുശലേമിലേക്ക് ആദ്യം വന്നപ്പോൾ, കർത്താവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ ഒക്കെ അവസാനമായിട്ട് യെരുശലേമിലേക്ക് വരുമ്പോൾ ആളുകൾ കയ്യിൽ കുരുത്തോല മാത്രമല്ല, വൃക്ഷങ്ങളുടെ കൊമ്പുകൾ, ചെടികള്, പൂക്കള്, ഇതെല്ലാം വെട്ടിക്കെട്ടുകളായിട്ട് കൊണ്ടുവന്നിരിക്കുക. കർത്താവിനെ എതിരേൽക്കാൻ. എന്താണെന്നറിയോ? രാജാവാകാൻ പോവാന്ന വിചാരം. രാജാവിനെ എതിരേൽക്കാനാ. അപ്പൊ കയ്യിൽ കുരുത്തോല, ഓശാന ഞായറാഴ്ച കുരുത്തോലയുമായിട്ടാണ് വന്നു ഇല്ലേ? അപ്പൊ ഇവിടെ ആഹ്ലാദത്തിൻ്റെയും വിജയത്തിൻ്റെയും എല്ലാം പ്രതീകമായിരിക്കുന്ന ഈ കുരുത്തോല കയ്യിൽ പിടിച്ചുകൊണ്ട് ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം എവിടെയാണ് നിൽക്കുന്നത്? കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. യോഹന്നാൻ അപ്പോസ്തലൻ കാണാം. ആദ്യം പറഞ്ഞവരെ എവിടെയാ ഇരിക്കുന്നേ? അവര് സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുവാണോ? അവരെന്താ ചെയ്തേ? അവർ എന്തു ചെയ്യുന്നു? അവർ ഭൂമിയിൽ വാഴുന്നു. കണ്ടോ?
ഈ വാഴുന്നവരും സിംഹാസനത്തിന് മുമ്പാകെ കുരുത്തോലയും പിടിച്ചുകൊണ്ട് നിൽക്കുന്നവരും രണ്ടും ഒരു കൂട്ടരാണോ? ആണോ? ആദ്യം ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും വന്നവര് അവർ വാഴുകയാണ് ക്രിസ്തുവിനോടുകൂടെ. അവർ രാജകീയ പുരോഹിതന്മാരാ. ഇവിടെ രണ്ടാമത് വന്നിരിക്കുന്ന വിഭാഗം അവര് സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുക. എന്തിനാ സിംഹാസനത്തിന്റെയും കുഞ്ഞാടിന്റെയും മുമ്പാകെ അവർ നിന്നത്? എന്തിനാ? ന്യായവിധി കേൾക്കാനാ. പുനരുത്ഥാനം ചെയ്തു വന്ന ആളുകളെ ന്യായവിധി കേൾക്കാനായി നിൽക്കണേ. ന്യായവിധി അനുകൂലമല്ലെങ്കിൽ നിത്യജീവൻ കിട്ടും, അല്ലെങ്കിൽ രണ്ടാം മരണത്തിന് വിധിക്കപ്പെടും. അപ്പൊ ഇവരെന്താ പറയുന്നത്? രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെ കുഞ്ഞാടിന്റെയും ദാനം എന്ന് അവർ ആർത്തുകൊണ്ടിരുന്നു. അവർക്ക് അറിവുണ്ടാവുകയാണ്. പൊതുലോകത്തിന്റെ അറിവിൽ നിന്നാണ് ഇത് സംസാരിക്കണേ. ഈ രക്ഷ എന്നുള്ളതെന്ന് പറഞ്ഞാൽ ഏത് രക്ഷയാ? ആ തെരഞ്ഞെടുപ്പിന്റെ രക്ഷയാണോ? അല്ല. പൊതുലോകത്തും ലഭിക്കുന്ന നിത്യജീവൻ. ഈ നിത്യജീവൻ എന്നുള്ളത് സിംഹാസനത്തിലിരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനമെന്ന് അവർ ആർത്തുകൊണ്ടിരുന്നു. അവർക്ക് നിത്യജീവൻ കിട്ടിയിരിക്കുന്നതേ ക്രിസ്തുവിൻ്റെ ദാനമാണെന്ന് ആർത്തുകൊണ്ടിരിക്കുക ഇവർ. മറ്റവരോ അവർ വാഴുവല്ലേ. ആ തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. ഈ രണ്ട് വാക്യങ്ങൾ രണ്ട് കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. സകല ദൂതന്മാരും സിംഹാസനത്തിന്റെയും മൂപ്പന്മാരുടെയും 4 ജീവികളുടെയും ചുറ്റും നിന്നു. ഇവിടെ നടക്കുന്നത് ന്യായവിധിയാ. ഈ ന്യായവിധി വിസ്താര സഭ നടക്കുമ്പോൾ മരിച്ചവരുണ്ട്, പുനരുത്ഥാനം ചെയ്തു വന്നവരുണ്ട്, സകല ദൂതന്മാരുമുണ്ട്. മൂപ്പന്മാരുടെയും 4 ജീവികളുടെയും ചുറ്റും നിന്നു. സിംഹാസനത്തിനു മുമ്പിൽ കവിഞ്ഞു വീണു. ആമീൻ. നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും എന്ന് പറഞ്ഞ് ദൈവത്തെ നമസ്കരിച്ചു. മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, വെള്ളനിലയങ്കി ധരിച്ചിരിക്കുന്ന ഇവർ ആർ, എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. യജമാനൻ അറിയുമല്ലോ, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ. ഈ മഹാകഷ്ടം ഏതാ? അദാമ്യ ഭാവവും അതിൻ്റെ മരണവുമാണ്. അതിൽ നിന്ന് പുനരുത്ഥാനം പ്രാപിച്ച് വന്നിരിക്കുക. പുനരുത്ഥാനം പ്രാപിച്ചവർ ന്യായവിധിയിൽ രക്ഷപ്പെട്ടവരാണ്. അതിൻ്റെ 14 മുതലുള്ള വാക്യം ഒന്ന് വായിച്ച്. യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ. കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അനക്കി വെളുപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിലിരുന്ന് അവന്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവർക്ക് കൂടാരമായിരിക്കും. ഇനി അവർക്ക് വിശക്കുകയില്ല, ദാഹിക്കുകയുമില്ല. വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയുമില്ല. സിംഹാസനത്തിന്റെ മധ്യയുള്ള കുഞ്ഞാട് അവരെ മേയിച്ചു ജീവജലത്തിന്റെ ഒടുവുകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യും. ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. എങ്ങനെയാ അങ്കി അലക്കി വെളുപ്പിച്ച്? ക്രിസ്തുയേശുവിനെ എല്ലാവരും രക്ഷകനായി വിശ്വസിക്കുകയാണ്, ഈ പുനരുത്ഥാനം ചെയ്തു വരുന്ന ആൾ. അപ്പോൾ അവരുടെ അങ്കി, അവരുടെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടും. അങ്ങനെ അവർ രാപ്പകൽ അവനെ ആരാധിക്കുന്നു. എവിടെ? ദൈവത്തിൻ്റെ രാജ്യം സ്ഥാപിക്കപ്പെട്ടു കഴിയുമ്പോൾ
സർവ മനുഷ്യരും രാപ്പകൽ ദൈവത്തെ ആരാധിക്കുകയാണ്. സിംഹാസനത്തിന് മുമ്പിൽ ഇരുന്ന് അവൻ്റെ ആലയത്തിൽ, അവൻ്റെ ആലയം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ രാജ്യമാണ്. മറ്റവർ സിംഹാസനങ്ങളിലിരുന്ന് വാഴ്ച നടത്തുന്നു. അവരുടെ മുമ്പിലാണ് പൊതുലോകം വന്നു നിൽക്കുന്നത്. സിംഹാസനത്തിലിരിക്കുന്നവൻ അവർക്ക് കൂടാരമായിരിക്കും. ഇനി അവർക്ക് വിശക്കുകയില്ല, ദാഹിക്കുകയുമില്ല. വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയില്ല. സിംഹാസനത്തിൻ്റെ മധ്യേയുള്ള കുഞ്ഞാട് അവരെ മേയിച്ച് ജീവജലത്തിൻ്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണമുണ്ടാകില്ല, ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും. അതാണ് വെളിപ്പാട് പുസ്തകത്തിൻ്റെ അവസാനം പറയുന്നത്. ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി കുടിക്കട്ടെ. അപ്പോൾ നിത്യജീവൻ പ്രാപിപ്പാൻ ആഗ്രഹമുള്ളവർ ഈ ജീവജലം സൗജന്യമായി കുടിക്കും. ഈ ജീവജലത്തിൻ്റെ അടുക്കിലേക്ക് കർത്താവ് അവരെ നടത്തുന്നു, പൊതുലോകത്തെ. അങ്ങനെ ദാഹിക്കുകയും ജീവജലം വാങ്ങി കുടിക്കുകയും ചെയ്യുന്നവർ രാജ്യത്തിൽ നിത്യജീവനിൽ എക്കാലവും ജീവിക്കാൻ. അപ്പോൾ ഈ രണ്ട് വാക്യങ്ങളും രണ്ട് വിഭാഗത്തെക്കുറിച്ചാണ് പറയുന്നത് എന്നുള്ളത്. ഈ രണ്ടും ഒരു വിഭാഗത്തെക്കുറിച്ചാണ് പറയണത് എന്ന് വിചാരിക്കുമ്പോഴാണ് തെറ്റ് സംഭവിക്കുന്നത്. ഇതിൻ്റെ ബാക്കി ഭാഗമൊക്കെ നമുക്ക് അടുത്ത ദിവസം പറയാം. ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കാം.